റിയൽ മാഡ്രിഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി മാച്ച്. ആ ഒരു മാച്ചിന്റെ ഒരു അനാലിസിസ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നടത്താൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സത്യം പറഞ്ഞാൽ ഈ ഒരു ഡ്രോ വന്ന സമയത്ത് സിറ്റി ജയിക്കും എന്നാണ് വിചാരിച്ചത്, ഈവൻ ദോ പല മാഡ്രിഡ് ഫാൻസ് അടക്കം. ബട്ട് എന്റെ റിസൾട്ട് നോക്കിയാൽ 5-1 എന്താ പറയാ ഒരു അടിപൊളി വിക്ടറിയാണ് റിയൽ മാഡ്രിഡ് സ്വന്തമാക്കിയിട്ടുള്ളത്. അതും ഇത്തിഹാദിലും ജയിച്ചു, ബെർണബേയിലും ജയിച്ചു. 2 ലെഗിലും അവർ തന്നെയാണ് ജയിച്ചത്. പിന്നെ ഫെഡെ വാൽവെർദെ, വിനീഷ്യസ്, റിയൽ മാഡ്രിഡിന്റെ യങ് പ്ലേയേഴ്സ് തുടങ്ങിയ ഒരുപാട് ടോപ്പിക്കുകൾ ഇതിൽ പറയാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ലെഗിലും കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ലെഗ് നടന്നത് അങ്ങ് സാന്റിയാഗോ ബെർണബേയിലാണ്. അത് ഒന്നാമത്തെ ലെഗ് അവിടെ നടക്കാനുണ്ടായ കാരണം റിയൽ മാഡ്രിഡ് ആദ്യം ടോപ്പ് 8 വന്നില്ല. സോ അവിടെ അഡ്വാൻറ്റേജ് അവർക്ക് കിട്ടി, സിറ്റി ടോപ്പ് 8 എത്തി. മാഡ്രിഡ് പിന്നെ പ്ലേ ഓഫ് ഒക്കെ കളിച്ചിട്ടാണ് വന്നത്. അപ്പൊ ആ ഒരു അഡ്വാൻറ്റേജ് സിറ്റിക്ക് ഉണ്ടായിരുന്നു. ഒന്നാം പാദത്തിൽ തോറ്റാലും രണ്ടാം പാദത്തിൽ അവരുടെ സ്വന്തം ഗ്രൗണ്ടിൽ ഒരു റമൗണ്ടാഡ നടത്താനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യ മത്സരത്തിൽ തന്നെ സിറ്റിയുടെ എല്ലാ പരിപ്പും അങ്ങോട്ട് അളക്കി വിടാണ് റയൽ ചെയ്തത്. ആരെങ്കിലും വിചാരിച്ചോ ഫെഡെ വാൽവെർദെ ഇത്തരത്തിലുള്ള ഒരു ഹാട്രിക് അടിക്കുന്നു? റിയൽ മാഡ്രിഡിന്റെ ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ അവരുടെ നോക്കൌട്ട് സ്റ്റേജിൽ ഹാട്രിക് അടിക്കുന്ന 2ാമത്തെ മിഡ്ഫീൽഡറാണ് ഫെഡെ വാൽവെർദെ. ഇതിനു മുമ്പ് വേറെ ഏതൊരു ലെജൻഡ് ഉണ്ടായിരുന്നു, പുള്ളിക്കാരുടെ പേര് എനിക്ക് ഓർമ്മയില്ല. ഫെഡെ വാൽവെർദെ 2ാമത്തെ മിഡ്ഫീൽഡറാണ്. അപ്പോ റിയൽ മാഡ്രിഡിന് ചാമ്പ്യൻസ് ലീഗിലുള്ള ഒരു ഓറുണ്ട്, അത് സംതിങ് ഡിഫറെന്റ് ആണ്. അത് വേറൊരു ക്ലബിനും അവകാശപ്പെടാൻ പറ്റാത്തൊരു ഓറയാണ്. ഓക്കെ, അപ്പോ റിയൽ മാഡ്രിഡിന് എത്ര നമ്മൾ തള്ളി പറഞ്ഞാലും, എത്ര സ്റ്റാറ്റ്സ് വെച്ച് കമ്പയർ ചെയ്താലും, അവരുടെ എത്രയൊക്കെ പ്ലേയേഴ്സ് ഇൻജേർഡ് ആയാലും അവർക്ക് ആ ഒരു ചാമ്പ്യൻസ് ലീഗിന്റെ രാത്രികളിൽ സാന്റിയാഗോ ബെർണബേയിൽ കളിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഓറുണ്ട്, ദാറ്റ് ഈസ് സംതിങ് ഡിഫറെന്റ്. പിന്നെ എടുത്തു പറയേണ്ടത് വിനീഷ്യസ് ജൂനിയറിനെ പറ്റിയാണ്. UCLന്റെ നോക്കൌട്ട് ഘട്ടം വരുമ്പോൾ ഈ ഒരു ചങ്ങായി കളിക്കുന്ന ഒരു കളിയുണ്ട്. അടാ ലാലിഗയിൽ ഒരുപക്ഷെ ചങ്ങായി ഫോം ഔട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ വല്ല നാഷൻസിന്റെ കളി ബ്രസീലിന് വേണ്ടി കളിക്കുമ്പോൾ ആള് ഫോം ഔട്ട് ആയിരിക്കാം. പിന്നെ ചാമ്പ്യൻസ് ലീഗിന്റെ ആ ഒരു ഗ്രൂപ്പ് ഘട്ടം വരുമ്പോഴും ചങ്ങായി ചിലപ്പോൾ ഫോം ഔട്ട് ആയിരിക്കാം, കാര്യത്തിലെ ഗോള് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ചാമ്പ്യൻസ് ലീഗിന്റെ നോക്കൌട്ട് സ്റ്റേജ് വരുമ്പോ വിനീഷ്യസ് ജൂനിയർ ആ ചങ്ങായി വേറെ ലെവൽ തന്നെയാണ് മക്കളെ. ആ ഒരു ചങ്ങായിനെ 2024 ബാലൻ ഡിയോർ എല്ലാരും ഒരു 95% ആളുകളും വിനീഷ്യസിന് കിട്ടുന്നില്ല രീതിയിലായിരുന്നു. ആ ഒരു സമയത്താണ് റോഡ്രിക്ക് ബാലൻ ഡിയോർ പോയത്. അന്ന് മുതല് സത്യം പറഞ്ഞ ഒരു ഫൈറ്റാണ് വിനീഷ്യസ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി എന്ന് പറയുന്നത്. കാരണം ആ ഒരു 24 ബാലൻ ഡിയോർ കിട്ടിയില്ല. അത് കഴിഞ്ഞ് 25 റിയൽ മാഡ്രിഡും മാഞ്ചസ്റ്റർ സിറ്റിയും പ്ലേ ഓഫ് സിറ്റിയുടെ ഹോം ഗ്രൗണ്ടിൽ കളിക്കാൻ പോയപ്പോ അവിടെ വലിയൊരു ബാനർ ഉണ്ടായിരുന്നു. വിനീഷ്യസ് മറ്റേ റോഡിൽ ബാലൻ ഡിയോറിൽ മുത്തമിട്ട് വെക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടില്ല. എന്താണ് ചങ്ക് പൊട്ടിക്കരയുന്നത് നിർത്തുക, അതാ തോന്നുന്നു അവിടെ അവര് കൊടുത്തിട്ടുള്ള ഒരു ക്യാപ്ഷൻ. അത് വലിയ ബാനർ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു മത്സരത്തിലും റയൽ തന്നെയാണ് ഇത്തിഹാദിൽ പോയിട്ട് ജയിച്ചത്. വിനീഷ്യസ് ആണ് അവിടെ മാൻ ഓഫ് ദി മാച്ച് വിൻ ചെയ്തിട്ടുള്ളത്. ഇന്നലത്തെ മത്സരത്തിലും ഇത്തിഹാദില് ആ ഒരു മാൻ ഓഫ് ദി മാച്ച് വിൻ ചെയ്തിട്ടുള്ളത് സാക്ഷാൽ വിനീഷ്യസ് ജൂനിയർ തന്നെയാണ്. 2 ഗോളുകളടക്കം ചങ്ങായിന്റെ ഒരു എന്താ പറയാ മാസാണ് ചങ്ങായി വേറെ ലെവലാണ് അവിടെ. അത് UCLലെ വിനീഷ്യസ് എന്ന് പറയുമ്പോൾ അതൊരു വെറൈറ്റി സംഭവം തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ടതായിട്ട് എനിക്ക് തോന്നിയ സംഭവം, ഈ ഒരു വിക്ടറിയിൽ റിയൽ മാഡ്രിഡിന്റെ ഹെഡ് കോച്ച് ആയിട്ടുള്ള അർബലോക്ക് അതിൻ്റെതായിട്ടുള്ള പങ്കുണ്ട്. കാരണം റിയൽ മാഡ്രിഡിന്റെ സ്ക്വാഡിൽ ഇത്രത്തോളം പരിക്കുകൾ വന്നപ്പോ പുള്ളിക്കാരൻ കോൺഫിഡന്റ് ആണ്. ആസ് എ കോച്ച് എന്ന രീതിയിൽ പുള്ളിക്കാരന് ആ ഒരു അക്കാദമി പ്ലേയേഴ്സിനെ അറിയാം. റിയൽ മാഡ്രിഡിന്റെ കാസ്റ്റിയ പ്ലേയേഴ്സിനെ പുള്ളിക്കാരനറിയാം. പുള്ളിക്കാരൻ പരിശീലിപ്പിച്ച പ്ലേയേഴ്സ് ആണ് അവിടെ ഉള്ളത്. സോ ഹീ ഈസ് കോൺഫിഡന്റ്. ബാഴ്സലോണയുടെ ഒക്കെ ഒരു സിസ്റ്റം എടുത്ത് നോക്കിക്കഴിഞ്ഞാല് അതിൽ ഒരുപാട് യങ് പ്ലേയേഴ്സ്, ഐ മീൻ അക്കാദമി പ്രൊഡക്ട്സുകളായിട്ടുള്ള ഒരുപാട് പ്ലേയേഴ്സിന് ചാൻസ് കൊടുക്കലുണ്ട്. റിയൽ മാഡ്രിഡിന്റെ കേസ് എടുത്താല് അവിടെ അങ്ങനെയല്ല, സിറ്റുവേഷൻ അല്ല. കാരണം റിയലിന്റെ ഒരു ഹിസ്റ്ററി സംഭവങ്ങൾ മൊത്തത്തിൽ എടുത്താല് ഗലാക്ടിക്കോസ്, അതായത് സ്റ്റാർ പ്ലേയേഴ്സ് അഡിക്റ്റീവ് ആയിരുന്ന സിസ്റ്റം ആണുള്ളത്. അത് പണ്ടും എങ്ങനെ എപ്പോഴും എങ്ങനെ. അപ്പൊ അങ്ങനത്തെ ഒരു സിസ്റ്റത്തില് യൂത്ത് പ്ലേയേഴ്സിന് അത്രത്തോളം സ്ഥാനം കിട്ടും എന്നുള്ളത് ഒരു ചോദ്യമാണ്. പിന്നെ റിയൽ മാഡ്രിഡിൽ വരുന്ന പരിശീലകര്, ഇനിയിപ്പോ മുമ്പ് വന്ന ഡോൺ കാർലോ ആയാലും അതുപോലെ തന്നെ സാബി ആയാലും അവരൊക്കെ എല്ലാ ടോപ്പ് പ്ലേയേഴ്സിനെ വെച്ചിട്ട് എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് ചെയ്യാന്നുള്ള രീതിയിൽ ചിന്തിച്ച പ്ലേയേഴ്സ് ആയിരുന്നു. പക്ഷെ അർബലോവക്ക് അറിയാം ഈ ഒരു ചങ്ങായിമാരുടെ കയ്യിൽ ആരൊക്കെ കയ്യിലാണ് ആ ഒരു ഫസ്റ്റ് 11 ഇട്ടാല് കൃത്യമായ റിസൾട്ട് തരാൻ പറ്റുക എന്നുള്ളത്. അതുപോലെ തന്നെ അർബലോവ പറഞ്ഞ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാല്, ഒരുപക്ഷെ ഇവര് അത്ര വലിയ എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സ് ഒന്നും ആയിരിക്കില്ല. പക്ഷെ ഇവര് റിയൽ മാഡ്രിഡിന്റെ സ്ക്വാഡിൽ ഈ പ്ലേയേഴ്സിനെ ഇട്ടാല് അവരുടെ ജീവൻ മരിച്ചുവാണെങ്കിൽ അവര് പോരാടും.
കാരണം അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് ഈ അക്കാദമി പ്ലേയേഴ്സിന് ഒരു ഇതുണ്ട്. അവര് ആ ഒരു ടീമിന് വേണ്ടിയിട്ട് ഇമ്പാക്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടീമിൽ കളിക്കാൻ അത്രയും അധികം ആഗ്രഹിക്കുന്ന പ്ലേയേഴ്സ് ആയിരിക്കും. അപ്പൊ അവന്മാർക്ക് ഈ ഒരു ചാൻസ് കിട്ടിക്കഴിയുമ്പോൾ അവന്മാരത് നല്ല രീതിയിൽ യൂസ് ചെയ്യും. അങ്ങനെ നല്ല രീതിയിൽ യൂസ് ചെയ്ത ചില പ്ലേയേഴ്സ് ആണ് നമ്മുടെ പലാസിയോസ്, അതുപോലെ തന്നെ വേറെ കുറച്ച് പ്ലേയേഴ്സ് കാര്യങ്ങളുണ്ടല്ലോ, യങ് പ്ലേയേഴ്സ്. പിന്നെ അപ്പൊ ആ ഒരു പ്ലേയേഴ്സിൽ ട്രസ്റ്റ് ചെയ്തതും ഈ ഒരു മാച്ചിന്റെ വിക്ടറിയിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ട്. കാരണം 2 മത്സരത്തിലും ആ ഒരു യങ് പ്ലെയറിന് ആ ഒരു സ്റ്റാർട്ടിംഗ് ലെവലിൽ ചാൻസ് കൊടുത്തിട്ടുണ്ട് അർബലവ. അപ്പോ ഇഞ്ചുറി കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും, അങ്ങനെ ഇഞ്ചുറി കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ ബെല്ലിംഗാം പുറത്താണ്, റോഡ്രിഗോ ACL ആണ്, അതുപോലെ തന്നെ നമ്മുടെ കിലിയൻ എംബാപ്പെ രാജമോഹൻ ഇല്ലാത്ത മത്സരമാണ്, അലാബല്ല, കറേറസ് ഇല്ല തുടങ്ങിയ എന്താ പറയാ ആ ഒരു ഹ്യൂജ് ഗ്യാപ്പ് അവിടെ ഉണ്ട്. അവിടെയാണ് ആ ഒരു അർബലോവ യങ് പ്ലേയേഴ്സിനെ ട്രസ്റ്റ് ചെയ്താണ്ടില്ല തീരുമാനം എടുക്കണേ. അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിലാണ് അവിടെ കളി നടക്കുന്നത്. അപ്പോ കളിയിൽ ആ ഒരു ഒന്നാം പാദത്തില് എല്ലാരും റിയൽ മാഡ്രിഡ് തോൽക്കുന്നുള്ള രീതിയിലായിരുന്നു വിലയിരുത്തിയത്. അത് നമ്മൾ ഫാൻസ് മാത്രമല്ല, മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഈ പല ടീമുകളുടെയും അവരുടെ എന്താണ് ഈ ആങ്കർമാര് അവരുടെ പ്രഡിക്ഷൻസ് കാര്യങ്ങളൊക്കെ നടത്തും. അങ്ങനെ ഞാൻ കണ്ടൊരു പ്രഡിക്ഷൻസ് ഉണ്ട്. അതിൽ 7 ആള് പ്രഡിക്ട് ചെയ്തതിൽ 6 ആളും പ്രഡിക്ട് ചെയ്തത് റയൽ പൊട്ടുന്നുള്ള രീതിയിലായിരുന്നു. അപ്പൊ അങ്ങനെ പ്രഡിക്ഷനുകൾ നടത്തിയ ഒരു കളി അവിടെ ഫെഡെ വാൽവർദെ ഒരു മാസ്റ്റർ ക്ലാസ് എടുന്നു. ചെങ്ങായി ഫസ്റ്റത്തെ ഒരു ഗോള് 3 ടച്ച് കൊണ്ടാണ് ഹാഫ് ലൈനിൽ നിന്ന് ചെങ്ങായി പോയി ഗോൾ അടിച്ച. വെറും 3 ടച്ച് ഹാഫ് ലൈനിൽ നിന്ന് ചെങ്ങായി പോയി ഗോൾ അടിച്ച്. രണ്ടാമത്തെ ഗോള് ആ ഒരു പക്ക നമ്പർ 9 ഫിനിഷിങ്. മൂന്നാമത്തെ ഗോള് അതൊക്കെ എന്താ പറയാ, അങ്ങനെ പണ്ടിങ്ങനെ പതുക്കെ ഇങ്ങനെ മേലേക്ക് പൊന്തിച്ചിട്ട് ആ ഒരു ബോളി അടിച്ച്. ഫസ്റ്റ് ഹാഫ് ഹാട്രിക് അടിക്കുന്ന UCLന്റെ ഹിസ്റ്ററിയിലെ 5ാമത്തെ താരമായിട്ട് ഫെഡെ വാൽവർദെ മാറി. ഇതിനു മുമ്പ് ആ റെക്കോർഡ് സ്വന്തമാക്കിയ 4 താരങ്ങളും അറ്റാക്കേഴ്സ് ആയിരുന്നു. ഫെഡെ വാൽവർദെ മാത്രമാണ് അവിടെ മിഡ്ഫീൽഡിൽ ഉള്ളത്. അപ്പോ ആദ്യ കളി അങ്ങനെ അവസാനിച്ച് പിന്നെ ഇത്തിഹാദിൽ മത്സരം നടക്കാൻ പോവുകയാണ്. അപ്പോ സ്വാഭാവികമായിട്ട് ഭയങ്കര ആദ്യ ജയിക്കും, റമോണ്ടാഡ വരൂ തുടങ്ങിയ ഇത്തിഹാദിലെ റമോണ്ടാഡക്കൊക്കെ ഒരുപാട് ആരാധകര്, സിറ്റിയുടെയും അതുപോലെ തന്നെ ഘടകം ഫാൻസായ ആരാധകരും പിന്നെ ഫുട്ബോൾ ലോകം മൊത്തത്തിൽ നോക്കിക്കാണുന്ന സംഭവിക്കുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് അതിന്റെ ഇടയിൽ ഒരു 2 ടീമുകൾക്കും ലീഗ് മത്സരം വന്ന് അതിൽ റിയൽ മാഡ്രിഡ് ബെർണാബോയിൽ എൽച്ചയെ 4-1 പരാജയപ്പെടുത്തി. അവര് ഒരു സേഫ് ആയിട്ട് ഒരു കോൺഫിഡൻസ് കാര്യങ്ങൾ ലാലിഗയിൽ ഇനി പ്രശ്നം ഒന്നും ഇല്ലാത്ത രീതിയിൽ വന്ന്. മറുഭാഗത്ത് സിറ്റി ആണെങ്കിൽ വെസ്റ്റ് ഹാമിനായിട്ട് 1-1 എന്നുള്ള രീതിയിൽ പോയിന്റ്സ് ഡ്രോപ്പ് ആവുകയും ചെയ്തു. അപ്പൊ ആ ഒരു ഫ്രസ്ട്രേഷനും അവിടെ ഉണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഇത്തിഹാദിലെ ചാമ്പ്യൻസ് ലീഗ് റൗണ്ട് ഓഫ് 16ന്റെ 2ാം പാദ മത്സരം അരങ്ങേറുന്നത്. റിയൽ മാഡ്രിഡിന്റെ ലൈനപ്പിൽ മാറ്റങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല, സെയിം ലൈനപ്പ്. അവിടെ ബെർണാർഡോ സിൽവ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് എന്താന്ന് വെച്ചാൽ ആദ്യം തന്നെ ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ കളി ഞങ്ങൾക്ക് തിരിക്കാന്നുള്ള രീതിയിലായിരുന്നു. അത്തരത്തിലുള്ള ഒരു പെർഫോമൻസ് കൊണ്ടാണ് സിറ്റി വന്നത്. ടു ബി ഫെയർ, സിറ്റിയുടെ ആദ്യത്തെ 15 മിനിറ്റ് ആസ് എ റിയൽ മാഡ്രിഡ് ഫാൻ ഞാൻ കയ്യിൽ നിന്ന് പൂവ് നടക്കും ഒരു രീതിയിൽ തോന്നി. കാരണം ചറ പറ അറ്റാക്ക്, തിബോട്ട് കോർട്ട് വന്ന ബെൽജിയത്തിന്റെ മതിൽ അവിടെ ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് ഗോളുകൾ റിയൽ മാഡ്രിഡ് വഴങ്ങിയതിന്. പക്ഷെ കുർട്ടോ റിയൽ മാഡ്രിഡിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് പുള്ളിക്കാരന് നല്ല ബോധ്യമുണ്ട്. ചെങ്ങായിന്റെ പണിയെടുക്കണം. അതിന്റെ ഇടയിലാണ് വിനീഷ്യസിന് ആ ഒരു ചാൻസ് ഇട്ടത്. വിനീഷ്യസ് പോകുന്നു, അത് ഷോട്ട് എടുക്കുന്ന ഭാഗത്ത് തട്ടി വീഴുന്നു. അങ്ങനെ വീണ്ടും അങ്ങനെ പന്ത് വിനീഷ്യസിലേക്ക് ഇട്ടുന്നു. ആ ഒരു ലെഫ്റ്റ് ഫോർട്ട് ഷോട്ട് ബെർണാർഡോ സിൽവ ബ്ലോക്ക് ചെയ്തു. ആ പെട്ടെന്ന് കാണുമ്പോ നമ്മുടെ പുള്ളിക്കാരന്റെ കൈ ബോഡിയിലാണ് എന്നാ തോന്നുക. പക്ഷെ ആ ഒരു റിപ്ലൈ കാര്യങ്ങൾ പുള്ളിക്കാരൻ കൃത്യമായിട്ട് ആ ഒരു പന്ത് കൈകൊണ്ട് തടുക്കാണ് ചെയ്തത്. നോർമലായിട്ട് കൈന്റെ പൊസിഷനിലേക്ക് പന്ത് വന്നാല് അത് പെനാൽറ്റി കൊടുക്കില്ല. പക്ഷെ ആ പുള്ളിക്കാരൻ അങ്ങനെ നിൽക്കുന്ന പൊസിഷനിൽ കൈകൊണ്ട് പിന്നെ പന്ത് തട്ടാണ് ചെയ്തത്, ബ്ലോക്ക് ചെയ്യാണ് ചെയ്തത്. VAR നോക്കി ഡയറക്റ്റ് റെഡ് കാർഡ് ബെർണാർഡോ സിൽവയ്ക്ക് കൊടുത്തു. അവിടെയാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ ആ ഒരു കളിയുടെ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായത്. കാരണം 11 പേരായിട്ട് കളിക്കേണ്ട സിറ്റി പിന്നെ 10 ആളുകൾ വെച്ചാണ് കളിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ട് അവരൊരു അറ്റാക്കിങ്ങിലേക്ക് പോകുമ്പോൾ പിന്നെ ഡിഫൻസിൽ ട്രാൻസിഷൻസ് കാര്യങ്ങൾ വരുമ്പോൾ അവർക്ക് അത്ര രീതിയിൽ കുറച്ച് റിസ്ക് ആണ് പണി. അപ്പോ ആ ഒരു പെനാൽറ്റി കിട്ടുന്നു. വിനീഷ്യസ് സ്കോർസ് 4-0 എന്നുള്ള രീതിയിൽ അഗ്രിഗേറ്റ് എത്തി. പിന്നെയും എന്താണ് സിറ്റി അറ്റാക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെ ആ ഒരു ഗോള് സിറ്റിക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട് ഏർലിംഗ് ഹാലൻഡിലൂടെ. പിന്നെ ഒരുപാട് ചാൻസുകൾ വിനീഷ്യസ് ഒക്കെ ആ ലെഫ്റ്റ് സൈഡിൽ അടിപൊളി കളിയായിരുന്നു വിനീഷ്യസ്. ഈവൻ ദോ പുള്ളിക്കാരന് ഒരുപാട് ചാൻസ് മിസ്സാക്കിയെങ്കിൽ പോലും UCLലെ വിനീഷ്യസിന്റെ കളി കാണാൻ ഭയങ്കര രസമാണ്. പിന്നെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. സെക്കൻഡ് ഹാഫ് എത്തിയപ്പോൾ തന്നെ ആദ്യം നമ്മൾ അമ്പരിപ്പിച്ച സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു തിബോട്ട് കോർട്ടോയെ പിൻവലിച്ചുകൊണ്ട് ലുനിനെ ഇറക്കിയത്. അത് തിബോട്ട് കോർട്ടോക്ക് ഓവർലോഡ് ആയതുകൊണ്ടാണ് ലുനിനെ ഇറക്കിയത് എന്നാണ് ഞാൻ കേട്ടത്. ബട്ട് ലുനിന്റെ ഒരു മാസ്റ്റർ ക്ലാസ്. ഓക്കെ, ലുനിൻ
2024 റയൽ ചാമ്പ്യൻസ് ലീഗ് കളിച്ച സമയത്തെ അന്ന് മാഞ്ചസ്റ്റർ സിറ്റി വാസ് റിയൽ മാഡ്രിഡ് ക്വാർട്ടർ ഫൈനൽ പോരാട്ടുണ്ടായിരുന്നു. ആ ഒരു മത്സരത്തില് ആദ്യ പാദത്തിൽ 3-3 മത്സരം. രണ്ടാം പാദത്തില് ആ ഒരു ഡിഫെൻഡ് ചെയ്ത് കളി പെനാൽറ്റി വരെ എത്തിച്ചൊരു മാഡ്രിഡിന്റെ ടാറ്റിക്സിൽ എത്ര ഷോട്ടുകളാണ് ലുനിനെ പറയുന്ന ഒരു ഗോൾ കീപ്പർ സേവ് ചെയ്തത്. ആളൊരു വേൾഡ് ക്ലാസ് കീപ്പറാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷെ റിയൽ മാഡ്രിഡില് തിബോട്ട് കോർട്ടോ എന്ന ഗോൾ കീപ്പർ ഉണ്ടായത് കൊണ്ട് മാത്രം നമ്പർ 2ലേക്ക് തള്ളിപ്പോയ ഒരു ഗോൾ കീപ്പറാണ് എന്ന് ഞാൻ ഈസിയായിട്ട് പറയും. മറ്റൊരു നല്ല സ്കോഡില് പുള്ളിക്കാരൻ ഉണ്ടെങ്കിൽ ഇപ്പോ അടിപൊളി കീപ്പറാണ്. കാരണം ആ ഒരു കളി കണ്ടവർക്ക് അറിയാം എത്രത്തോളം സേവ് ആണ് പുള്ളിക്കാരെ എടുക്കണം എന്നുള്ളത്. അങ്ങനെ ലുനിന്റെ ഒരു മാസ്റ്റർ ക്ലാസ് ആണ് പിന്നെ കണ്ടത്. അതിൽ പിന്നെ ഒരു 55 മിനിറ്റ് ആയപ്പോ ഹാലൻഡിനെ പിൻവലിച്ചുകൊണ്ട് ആരിറക്കി മർമോസിനെ ഇറക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സമന്യ വന്നു. പുള്ളിക്കാരന്റെ നമ്മുടെ പെപ്പിന്റെ ഓരോ പരീക്ഷണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, എവിടെയെങ്കിലും ക്ലച്ച് പിടിക്കുന്നില്ല രീതിയിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ റിയൽ മാഡ്രിഡ് ഇടയ്ക്കിടയ്ക്ക് ഓരോ നീക്കങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഒരു 68 മിനിറ്റിൽ കിലിയൻ എംബാപ്പെ മൈതാനത്തേക്ക് വരുന്നു. പിന്നെ ഒരുപാട് ചാൻസ് രണ്ട് ടീമും കിട്ടുന്നുണ്ട്. അതിലാണ് പിന്നെ റിയൽ മാഡ്രിഡ് ഓഫ് സൈഡ് ആയിട്ട് 2 ഗോൾ എടുക്കുന്നുണ്ട്. ഒന്ന് ഫെഡെ വാൽവർദയുടെ ഒരു ഗോളും പിന്നെ വിനീഷ്യസിന്റെ ഒരു ഗോളും. ആ 2 ഗോളുകളും ഓഫ് സൈഡ് ആകുന്നു. അവിടെ മാഞ്ചസ്റ്റർ സിറ്റിയും ഒരു ഓഫ് സൈഡ് ഗോൾ നേടുന്നുണ്ട്. അതും ഓഫ് സൈഡിൽ സിറ്റിയും 2 ഗോൾ നേടുന്നുണ്ട്. ഒന്ന് ഡോക്കാണ് നേടുന്നത്, പിന്നെ ഒന്ന് അൽനൂരിനെ തോന്നുന്നുണ്ട് അവിടെ ഒരു ഡിഫൻഡർ. അപ്പൊ പുള്ളിക്കാരൻ 2 ഗോൾ അടിച്ചിട്ടുണ്ട്, 2 ഓഫ് സൈഡ് ആയി. അങ്ങനെ കളി 1-1 ഇങ്ങനെ അവസാനിക്കുന്ന സമയത്താണ് നമ്മുടെ വിനീഷ്യസിന്റെ രണ്ടാമത്തെ ഗോൾ പിറക്കണം. ആ ഒരു ചുവമണിയുടെ ഒരു അടിപൊളി പാസ്. കാരണം ഫസ്റ്റ് ടൈം പാസ് ആയിരുന്നു ചുവമണി. ഒരു അടിപൊളി പാസ്. വിനീഷ്യസ് ജസ്റ്റ് ഒന്ന് അത് മതി, ആ ഒരു ടച്ച് മതി ആ ഒരു ഗോളാവാൻ. നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അത്രയും ക്ലോസ് റേഞ്ചിലാണ് പന്ത്, അത്രയും വൈഡ് ആയിട്ടാണ് പോകുന്നത്. മത്സരം എന്താ പറയാ, സിറ്റി ഫാൻസ് ഒക്കെ ആ ഒരു പെണ്ണിന്റെ ഒക്കെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. കണ്ണിന്നിങ്ങനെ വെള്ളം ഇങ്ങനെ കണ്ണിലിങ്ങനെ നിറഞ്ഞിരിക്കണ ഒരു വിഷ്വൽസ്. ബാക്കിയുള്ള സിറ്റി ഫാൻസ് ഒക്കെ കാരണം അവര് എന്തൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഇത്തിഹാദില് റിയലിനെ കയറി മേയാൻ മാത്രമല്ല ഇതൊന്നും. ഇത്തിഹാദിലും റയലിന്റെ ആധിപത്യമാണ് നമ്മള് സത്യം പറഞ്ഞാൽ കണ്ടത്. അപ്പോ വിനീഷ്യസ് ഞാൻ പറഞ്ഞല്ലോ, നോക്കൌട്ട് സ്റ്റേജിലെ വിനി ഒരു ഡിഫറെന്റ് ലെവൽ ഓഫ് ആളാണ്. അപ്പോ വിനീഷ്യസ് ഈ സീസണിലെ നോക്കൌട്ടിൽ 4 മത്സരങ്ങളിൽ നിന്ന് 4 ഗോൾ 1 അസിസ്റ്റാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ വിനീഷ്യസിന്റെ വേറെ റെക്കോർഡുണ്ട്. ചാമ്പ്യൻസ് ലീഗിൽ 30 ഗോളും 30 അസിസ്റ്റും കൊടുത്ത 5 താരങ്ങളുള്ളൂ. അത് ഒരു താരം വിനീഷ്യസ് ആണ്. നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയർ വിനീഷ്യസ് ആണ് എന്നാണ് തോന്നുന്നത്. ബാക്കിയുള്ള പ്ലെയേഴ്സ് ഒന്നും മെസ്സി, റൊണാൾഡോ, നെയ്മർ, പിന്നെ ഡിമരിയ തോന്നുന്നുണ്ട് ആ ഒരു സ്റ്റാറ്റ്സില്. ഡിമരിയ അല്ലെങ്കിൽ മുള്ളർ, ഇതിലേതോ പ്ലെയർ ആണ്. അപ്പോ വിനി സംതിങ് ഡിഡ് ഇൻക്രെഡിബിൾ. പിന്നെ ആർണോൾഡ് അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. നമ്മുടെ ഹോസൻ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. റോഡ്രിഗർ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ യങ് പ്ലെയേഴ്സ് ആയിട്ടുള്ള വന്ന ആളുകളും പെർഫോം ചെയ്തിട്ടുണ്ട്. എംബാപ്പയുടെ കാര്യം, എംബാപ്പെ വന്നു. പക്ഷേ എംബാപ്പയുടെ എനിക്ക് എപ്പോഴും പറയുന്ന പ്രശ്നമാണ് പറയുന്നത്, എംബാപ്പെ CF എംബാപ്പെ കളിക്കണില്ല. എംബാപ്പെ റൈറ്റ് വിങ്ങോ IMF-ലൊക്കെ കളിക്കുന്നുണ്ട്. ജയിച്ചിരിക്കുന്ന കളിയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ തോറ്റിക്കുന്ന കളിയാണെങ്കിൽ നല്ല രീതിയിലുള്ള വിമർശനം എംബാപ്പെ ഏറ്റുവാങ്ങേണ്ടി വരും. അത് ഞാൻ ആ ഒരു ഒസാസിനായിട്ട് ആ റയൽ 2-1 തോറ്റപ്പോ അന്ന് കൃത്യമായിട്ട് പറഞ്ഞാണ്. എംബാപ്പെ സത്യം പറഞ്ഞാൽ എംബാപ്പെ നമ്പർ 9 കളിക്കണമെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഗോൾ സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു മെഷീനാണ് എംബാപ്പെ. പക്ഷെ എംബാപ്പെ ഒരു പന്ത് ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ എംബാപ്പെ കളിക്കുകയാണെങ്കിൽ അത് ഈ നിലവിലെ റിയൽ മാഡ്രിഡിന്റെ സ്കോഡിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അത് കുറച്ച് പ്രശ്നമുള്ള സംഭവമാണ്. ഏതായാലും റയൽ ജയിച്ച് ഇനിയിപ്പോ അടുത്തുള്ളത് ബയേൺ ആയിരിക്കും. അപ്പോ റിയൽ മാഡ്രിഡ് മാൻ സിറ്റി എന്ന് പറയുന്നത് പോലത്തെ ഒരു യൂറോപ്യൻ ക്ലാഷ് ആണ്. ബിഗ് ജെയിൻ ക്ലബ്ബുകൾ തമ്മിലുള്ള ക്ലാഷ് ആണ് റിയൽ മാഡ്രിഡും ബയേൺ മ്യൂണിക്കും. അതായത് 2024 ബയേണിന് ഒരുപക്ഷെ ബയേൺ ആ ഒരു ഫൈനലിലെത്തി എന്ന മൊമെന്റിലാണ് ഹൊസേലു ആ ഒരു റിയൽ മാഡ്രിഡിന്റെ നായകനായിട്ട്. ബെർണാബു ആണ്, മിറാക്കിൾസ് സംഭവിക്കും, നമുക്കറിയുന്ന സംഭവമാണ്. അങ്ങനെ ആ ഒരു ഹൊസേലു മാജിക്കിലൂടെ റിയൽ മാഡ്രിഡ് ഫൈനലിലെത്തി. പിന്നെ ബാക്കി പത്രം എന്ന രീതിയിൽ റിയൽ മാഡ്രിഡ് അവിടെ കപ്പടിച്ച് ചാമ്പ്യൻസ് ലീഗ് 15ാമത്തെ ചാമ്പ്യൻസ് ലീഗ് അടിച്ച ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു പാസ്റ്റ് ഇവര് തമ്മിലുണ്ട്, ബയേണും റിയൽ മാഡ്രിഡും. പിന്നെ ബയേണിനെതിരെ കളിക്കുമ്പോൾ വിനീഷ്യസിന്റെ പെർഫോമൻസ് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോ കണ്ടറിയണം ഇനി. കാരണം റിയൽ മാഡ്രിഡ് ഈ ഒരു റൗണ്ട് 16 കടക്കുമെന്നവർക്ക് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല സത്യം പറഞ്ഞാൽ. അപ്പൊ അങ്ങനെ അവര് ക്വാർട്ടർ ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ക്വാർട്ടർ ഫൈനലിൽ എങ്ങനെ ആയിരിക്കും അവര് പെർഫോം ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നോക്കി കാണേണ്ടതാണ്. ഏതായാലും പെപ്പിനെയും അതുപോലെ തന്നെ നമ്മുടെ ഹൊസെ മൊറീനോയെയും ഫസ്റ്റ് സീനിയർ കരിയർ മാനേജറിൽ തന്നെ നമ്മുടെ അർബലോവ, പുള്ളിക്കാരന്റെ ഫസ്റ്റത്തെ സീനിയർ ടീമാണ്. അതിൽ തന്നെ UCL നോക്കൌട്ടിൽ പെപ്പ്, ഹൊസെ മൊറീനോ ലെജൻസിനെയാണ് അർബലോവ വീഴ്ത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. ഫുട്ബോൾ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.